ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വചനം 105 സങ്കീർത്തനത്തിൻ്റെ 2 വാക്യം. അവന് പാടുവീൻ, അവന് കീർത്തനം പാടുവീൻ, അവൻ്റെ സകല അത്ഭുതങ്ങളെയും കുറിച്ച് സംസാരിപ്പീൻ, അവൻ്റെ വിശുദ്ധനാമത്തിൽ പ്രശംസിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. അവന് പാടുവീൻ, അവന് കീർത്തനം പാടുവീൻ. ഈ സങ്കീർത്തനം ഇസ്രായേലിനു വേണ്ടി കർത്താവ് ചെയ്ത അത്ഭുത പ്രവർത്തികൾ അവർ ഘോഷിക്കണമെന്നും അതിനുവേണ്ടി ദൈവത്തെ സ്തുതിക്കണമെന്നും സങ്കീർത്തനക്കാരൻ ആഹ്വാനം ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് നാം ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ, അതിശയങ്ങൾ കർത്താവ് ചെയ്യുന്നു. ഓരോന്ന് കണക്കാക്കിയാൽ, നമ്മളൊരു ഡയറി എഴുതാൻ തുടങ്ങിയാൽ എത്ര ഡയറി എഴുതി വെക്കും. ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ എത്രമാത്രമാണെന്ന്. വാസ്തവത്തിൽ ഈ കൊറോണ വന്ന സമയത്തല്ലേ നമുക്ക് ശ്വസിക്കാനായിട്ട് കർത്താവ് ഇത്ര സൗജന്യമായിട്ട് ഓക്സിജൻ തന്നിരിക്കുന്നതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കിയത്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. ഓരോ ദിവസവും ദൈവം നമ്മുടെ ജീവിതത്തിൽ അനവധി അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. നാം തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ നാം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം. അപ്പം ദൈവം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സൗഖ്യങ്ങൾ നടത്തിയിട്ടുണ്ട്, എത്രമാത്രം സഹായങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭ്യമാക്കി തന്നിട്ടുണ്ട്, എന്തെല്ലാം നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, പല വിധത്തിലുള്ള നേട്ടങ്ങൾ. നാം അതൊക്കെ ചിന്തിച്ചാൽ ദൈവത്തെ സ്തുതിക്കാനായിട്ട് സമയം പോരാതെ വരും. അപ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ എന്താണ് പറയുന്നത്? അവന് പാടുവീൻ, അവന് കീർത്തനം പാടുവീൻ, അവൻ്റെ സകല അത്ഭുതങ്ങളെയും കുറിച്ച് സംസാരിപ്പീൻ, അവൻ്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പീൻ. അവൻ ആരാണെന്നും കൂടെ ഇവിടെയുണ്ട്. അവൻ്റെ വിശുദ്ധ നാമം, യഹോവയുടെ നാമം. ദാവീദ് ശത്രുവിനെ എതിർക്കാൻ പോകുമ്പോഴൊക്കെയും യഹോവയുടെ നാമത്തിലാണ് പോയത്. ഗോലിയാത്തിനെ കൊല്ലുവാൻ പോയത് യഹോവയുടെ നാമത്തിലാണ്, സ്വന്തം ബലത്തിലല്ല. തനിക്കൊരു ബലവുമില്ലെന്ന് തനിക്കറിയാമായിരുന്നു. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നാം ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു വസ്തുത. എത്രയോ അത്ഭുതങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നു. എത്ര സുഖകരമായി കർത്താവ് നമ്മെ നടത്തുന്നു. അതിൻ്റെ അർത്ഥം നമുക്ക് പ്രയാസമില്ലെന്നല്ല. നമുക്ക് പ്രയാസത്തിൻ്റെ ഘട്ടത്തിലും ദൈവം നമുക്ക് അവിടെ നിന്നൊരു വിടുതൽ തന്ന് മുന്നോട്ട് കൊണ്ടുവന്നില്ലേ? ഓരോരോ സന്ദർഭങ്ങളിൽ ദുഃഖങ്ങളുണ്ടായിട്ടുണ്ട്, അവിടെ നിന്നും വിടുതൽ തന്നിട്ടുണ്ട്. ഇല്ലായ്മയുണ്ടായിട്ടുണ്ട്, അവിടെ നിന്നും വിടുതൽ തന്നിട്ടുണ്ട് കർത്താവ്. അപ്പോൾ നാം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദൈവത്തെ സ്തുതിക്കുക. പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, കർത്താവ് ചെയ്ത അത്ഭുത പ്രവർത്തികൾ 6 അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ മക്കളോട് നിങ്ങളിത് പറഞ്ഞു കൊടുക്കണമെന്ന്. ദൈവം ചെയ്ത അത്ഭുതങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ലഭിച്ചതെന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണമെന്ന്. തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്ക 5:17-18 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് വെച്ചാൽ കർത്താവിൽ സന്തോഷിക്കുക എന്ന് വെച്ചാൽ കർത്താവിൽ പൂർണ്ണ ആശ്രയം വയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചിന്താകുലങ്ങളൊക്കെ മാറും. അപ്പോൾ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും. ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. നമുക്ക് ആവശ്യങ്ങൾ പലതുണ്ട്, അതിനുവേണ്ടി ഇടപെടാതെ നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നീടോ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ എന്നാണ്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. നാം ചിന്തിച്ച് നോക്കിയാൽ എല്ലാ കാര്യങ്ങൾക്കും നാം സ്തോത്രം ചെയ്തേ മതിയാകും. നമുക്ക് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 17 അധ്യായത്തിലെ 10 കുഷ്ഠരോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവർക്ക്
അവർ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടവരായിരുന്നു, അകന്ന് ജീവിക്കുന്നവരായിരുന്നു. എന്നാൽ കർത്താവിനെ കണ്ടുകൊണ്ടവർ നിലവിളിച്ച് പറയുകയാണ്, കർത്താവേ, ഞങ്ങൾക്ക് സൗഖ്യം തരണമേ എന്ന്, ഞങ്ങളെ ശുദ്ധരാക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്, നിലവിളിക്കുകയാണ്. കർത്താവ് അവരോട് മനസ്സലിഞ്ഞു. അവർ ശുദ്ധമാകാനായിട്ട് കൽപ്പിച്ചു. അവർ പുരോഹിതൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് സാക്ഷ്യപത്രം ലഭിക്കാനായി പോകുന്ന അവസരത്തിൽ തന്നെ അവർക്ക് സൗഖ്യമായെന്നവർ തിരിച്ചറിഞ്ഞു. എന്നാൽ അത് ഒരൊറ്റ വ്യക്തി മാത്രമേ കർത്താവിൻ്റെ അടുത്തേക്ക് തിരികെ വന്നുള്ളൂ. തിരികെ വന്നിട്ട് കർത്താവിനെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയുന്ന ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് എന്താ പറയുന്നത്? നിങ്ങൾ 10 പേര് സൗഖ്യമായല്ലോ, നിങ്ങളിൽ ഒരാൾ മാത്രമേ എനിക്ക് നന്ദി പറയാനായിട്ട് വന്നുള്ളൂ, ബാക്കി 9 പേരും എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? നാം പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന സൗഖ്യമൊന്നും തിരിച്ചറിയുന്നില്ല. നമുക്ക് ലഭിക്കുന്നു, നമ്മൾ നമ്മുടെ നോർമലായിട്ടുള്ള ജീവിതത്തിലേക്ക് പോകുന്നു. അങ്ങനെയല്ല. ദൈവത്തെ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴും അവൻ്റെ സ്തുതി നമ്മുടെ നാവിന്മേലുണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ഒരു ജീവിതമാണ് സന്തോഷപൂർണമായ ജീവിതമെന്ന് പറയുന്നത്. അങ്ങനെ ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങൾ നന്ദിയാൽ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്.